ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നത് അടുത്തൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. മാക്സിമം നമ്മുടെ സമയം കളയാണ്ട് പെട്ടെന്ന് നമ്മുടെ ഇത് കാണിക്കാം നമ്മൾ കേട്ടോ. വാചകം അടിച്ച് കളയുന്നില്ല. അപ്പം നമ്മുടെ ഒരു പാലായിലെ ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഡോക്ടറെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ നല്ലൊരു ടിപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഞാൻ ആ ടിപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കല്യാണത്തിനും ഒക്കെ പോകുന്ന സമയത്ത് ഞാനത് പരീക്ഷിക്കാറുണ്ട്. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നലെ മെനഞ്ഞാന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരിതാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പരീക്ഷിക്കുക. അപ്പോൾ ഇന്ന് ഞാനിതൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു ഇതായാണ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ അത് പരിചയപ്പെടുത്താം. എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നും അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പോകാം കേട്ടോ. എന്നാൽ നിങ്ങളും എൻ്റെ കൂടെ പോന്നോളൂ. കൂടുതൽ വാചകം അടിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് പാലും പിന്നെ 1 കഷ്ണം ശർക്കര. അത് പശുവും പാലായാലും കുഴപ്പമില്ല. പശുവും പാലാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ എൻ്റെ പശുവും പാലില്ലാത്തത് കൊണ്ട് ഞാൻ കവർ പാലെടുത്ത് കേട്ടോ. ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടാണ്, പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസും കത്തിച്ച് വെച്ചിട്ടാണ് നിങ്ങളിത് മാക്സിമം നമ്മൾ വീഡിയോ ചുരുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. വേവിച്ച് ഇതിൻ്റെ ഇതൊക്കെ മാറും കേട്ടോ. നമ്മളത് കാച്ചി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറും. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി റിസൾട്ടാണ്. ആദ്യം എനിക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നേ, ഇതൊക്കെ വെറുമല്ല പറ്റിപ്പാണോ എന്ന്. ശർക്കരയും പാലും കൂടെയൊക്കെ ചെയ്താൽ എന്ത് കിട്ടാനാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. എന്നാലും ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എന്തായാലും അത് വെറുതെ ആയിരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഡോക്ടർമാരൊന്നും അങ്ങനെ നമ്മുടെ ഫേസിന് ദോഷം വരുന്നതൊന്നും പറയാറില്ല. എന്തായാലും ഇതൊന്ന് ഇപ്പം നമുക്ക് കാച്ചിയെടുത്തിട്ട് കാണാം. അല്ലെങ്കിൽ സമയം പോവും കേട്ടോ. നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സംഭവം ഇവിടെ സെറ്റ്. ഇത് കാച്ചി വരുമ്പം തൈര് പോലെയാകും കേട്ടോ. പഞ്ചസാരയും മധുരവും. ഞാൻ ആദ്യമൊക്കെ പേടിച്ചു കേട്ടോ. ഇങ്ങനെ ഞാൻ കാച്ചിയപ്പോൾ ദൈവമേ ഇതെന്തോ ഒരു പാടെന്ന് ഞാനും പേടിച്ചു കേട്ടോ. ഫസ്റ്റ് ടൈമിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് അപാരം. അന്ന് ഞാൻ ബോഡിയിലും ഫേസിലും മൊത്തം ഇട്ട് കേട്ടോ. ബോഡിക്കൊക്കെ ഒന്ന് കളർ വരട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 2-3 ദിവസം തുടർച്ചയായി ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട്. നാളെ ഇത് ചെയ്യും കേട്ടോ. 2-3 ദിവസം നമുക്ക് ഏതെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് ചെയ്ത നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. നമുക്കതിന് സമയം കിട്ടില്ലല്ലോ. നമ്മളിങ്ങനെ പണിക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് നിത്യം അത് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പം ചെയ്യും, അല്ലാതെ ഇടയ്ക്കൊക്കെ ചെയ്യും. അല്ലാതെ ഇതൊക്കെ ഈ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ പാർലറിൽ പോക്കൊക്കെ നിർത്തിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാം. അപ്പം നമ്മൾ സംഭവമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ബാത്റൂമിലാണേ. ഇന്നെന്തറിയാമോ, മധുരം തറയിലൊക്കെ വീണാൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ബാത്റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയാലും നമുക്ക് കഴുകി ഇറക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പം ഞാനും അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. കമ്മലും മാലയും പൊട്ടും എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നാൽ നമുക്കിത് ഇടാം. ബോഡി മൊത്തം ഇടണം കേട്ടോ. ബോഡി മൊത്തം ഇടാൻ പറ്റുന്നവർ ബോഡിയിൽ മൊത്തം ഇടുക. ഫേസിലും കയ്യിലും മാത്രം ഇടാൻ പറ്റുന്നവർ ഫേസിലും കയ്യിലും മാത്രം ഇടുക. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഫേസിലും കഴുത്തിലും കയ്യിലും മാത്രമേ ഇടും. പിന്നെ എനിക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡിയിലും കൂടെ ഒന്ന് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. ഉറപ്പ് പറയുന്നില്ല.
ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടും. അതൊന്നും നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? എന്നിട്ട് ഇത് കാണിക്കണി എല്ലാം കൂടെ ഒന്നാമതേ നമുക്കിപ്പോൾ നിവർത്തിയില്ലാണ്ടിരിക്കുകയാണ്. ഒന്നാമതേ നിവർത്തിയില്ലാണ്ടിരിക്കണം. ലൈവിൽ വരുമ്പോൾ എല്ലാം കൂടെ നമ്മൾ പൊങ്കാലിട്ടുകൊണ്ടിരിക്കണം. അതിനിടയിൽ പിന്നെ ബോഡിയിൽ കൂടെ ഇടുന്നത് കാണിച്ചിട്ടാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ തല്ലിക്കൊല്ലേ. അപ്പോൾ എന്നാൽ നമുക്കിതിടാം. സമയം കളയണ്ട. നമ്മളിങ്ങനെ എടുത്തിടുമ്പോൾ ഉണ്ടല്ലോ തറയിലൊക്കെയാവും. അതുകൊണ്ടാണ് ഞാൻ ബാത്റൂമിലോട്ട് വന്നത്. ഒരു അരമണിക്കൂറായാലും കുഴപ്പമില്ലല്ലേ, കാണിക്കാം. ചെന്തേങ്ങ നിറമില്ലേലും ചെന്തമര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എനിക്ക് സൂപ്പർ റിസൾട്ട് തന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലെത്തി. എനിക്കൊന്നും ഇത് ഈ ടിപ്പ് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലായിരിക്കും. ബ്യൂട്ടി ടിപ്പ് ഇതുവരെ ആരും ഈ ടിപ്പ് പറഞ്ഞു തന്നിട്ടില്ലായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്. ഞാനും ആദ്യമായിട്ട് കണ്ടാണ് കേട്ടോ. ഒരു 2-3 മാസം ഞാൻ ആ ഡോക്ടർ ഒരിത് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയിലാണോ ഒക്കെ, ഫേസ്ബുക്ക് എന്തായാലും എനിക്കില്ല. പിന്നെ ഇൻസ്റ്റയിൽ കണ്ടിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഞാൻ എന്തായാലും ഡോക്ടർ കള്ളം പറയത്തില്ല. കണ്ണിലായി തോന്നുന്നു കേട്ടോ. കണ്ണിലായോ സാരമില്ല. നിന്മനമിളകാതെ നിന്മനം തളരാതെ നിന്നോട് ചെവിയൊക്കെ ഒന്ന് വെളുത്തിരിക്കട്ടെ. ഞാൻ നിന്നെ കണ്ടൊരാൾ മുതൽ കൺമണി നീ എൻ്റെ നെറ്റിലൊക്കേറിയില്ലേ കാണക്കി നാവില്. പേടിക്കൽ എൻ്റെ കൂടെ ആയിരിക്കും. ആരും കളഞ്ഞിട്ട് പോകരുത്. കളഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് കേട്ടോ. പൊന്മുടി പുഴയുടെ നല്ലൊരു സുഖമാണ്. നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ബ്യൂട്ടി പാർലറിൽ പോവാം. പൈസയൊന്നും ഇല്ലാത്തവർ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെടണ്ട. ഇതുപോലെ കണ്ടൊരാൾ മുതൽ കൺമണി നീ എൻ്റെ നെഞ്ചിലേക്കേറിയില്ലേ കാണെങ്കിൽ അതില്ലേ. ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ പരീക്ഷണങ്ങൾ കേട്ടോ. ഇപ്പം ഇതൊക്കെയാണ് ഞാൻ തിരുവനന്തപുരം ഞാൻ പോയപ്പം അവിടുത്തെ കൊച്ചു പറഞ്ഞു, ചേച്ചി ഒന്ന് ഫേഷ്യൽ ചേച്ചി, അല്ലെങ്കിൽ ഒന്ന് ക്ലീനപ്പ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അവരും വാടകയൊക്കെ റെൻ്റൊക്കെ കൊടുത്ത് അവരും ഇരിക്കുന്നതാണ് തൊഴിലിന് വേണ്ടിയിട്ട്. അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഞാൻ വെയിലത്ത് പണിയെടുക്കണേണടി, എൻ്റെ ജോലി വെയിലത്താടി. ഞാൻ വെയിലത്ത് പണിയെടുക്കുന്നൊരു ആളാണ്. ഞാൻ ഫേഷ്യലൊക്കെ കെമിക്കലൊക്കെ ഇട്ടിട്ട് വെയിൽ കൊള്ളാൻ പോയാലേ ശരിയാവത്തില്ല. ഒരു ദിവസം നല്ല ഫിനിഷിങ് കാണും, പിറ്റേന്ന് ഞാൻ വെയിലത്ത് പണിയെടുക്കാൻ പോകണേയാണ്. അല്ലാതെ പൈസ കളയാൻ പേടിച്ചിട്ടല്ല, നമുക്കത് പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളെ പരീക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചുരിദാറാണ് ഇട്ടത്. ചുരിദാർ മാറ്റിയത് കൈ നീളമൊക്കെ ഉള്ളതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞു. ഇപ്പം വേറെ കഴുത്തൊക്കെ ഇച്ചിരി കണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലെന്നേ അല്ലേ. കഴുത്തൊക്കെ ഇച്ചിരി കണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ദേവദാരു പൂത്ത കാലം നീ മറന്നുപോ, അന്നു ദേവതമാർ ചൂടി തന്ന പൂ മറന്നുപോ. ദേവതമാർ ബാത്റൂമിലായാലേ തറയിൽ വീണാലും കുഴപ്പമില്ല. തറയിൽ വീണാലും കുഴപ്പമില്ല.
കണ്ടോ കണ്ടോ കണ്ടോ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ ബോഡിക്ക് നമ്മൾ മസാജ് കൊടുത്താൽ ഒരു കുഴപ്പവും വരത്തില്ല. നമ്മുടെ ബോഡിക്ക് നമ്മൾ മസാജ് കൊടുത്താൽ കുഴപ്പമൊന്നും വരത്തില്ല. ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിക്കേ നേരം മാറുന്നു നീ പാടുന്ന. എത്ര മിനിറ്റ് ആയോ നിങ്ങളൊക്കെ കളഞ്ഞിട്ട് പോകുമെന്നാണ് എനിക്ക് പേടി. ദേവദാര് പോതു ഒരമണിക്കൂർ ഇട്ടേക്ക് കേട്ടാ, കുഴപ്പമില്ല. പാലും ശർക്കരയൊക്കെ ഇല്ലേ, കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഇട്ടേക്കണേ കേട്ടോ. കുറഞ്ഞത് നിങ്ങളൊരു 15 മിനിറ്റെങ്കിലും ഇട്ടേക്കുക. അപ്പോൾ ചേച്ചിനി ബാക്കി ഇരിക്കുന്നതും കൂടെ ചേച്ചിയുടെ കാലിലൊക്കെ ഒന്ന് തേക്കട്ടെ കേട്ടോ. ഇച്ചിരി കാലിൻ്റെ പാദത്തിനും കൂടെ ഒന്ന് തേക്കാം. ഓക്കെ, അപ്പം നമുക്കിത് കഴുകി കളയാൻ സമയത്ത് കാണാം കേട്ടോ. കഴുകി കളയാൻ സമയത്ത് കാണാം. നെയ്യിൻ്റെ ഒരു ഫീലിംഗാണ്. നെയ്യില്ലേ, നെയ്യിൻ്റെ ഒരു ഫീലിംഗാണ്. കാണുന്നു ഞാൻ. ഇനിയിപ്പോൾ ഇത് കല്യാണത്തിനൊപ്പം വരുമ്പോൾ ചുമ്മാ അല്ല ഇവിടെ ഇങ്ങനെയൊക്കെ വരണം. ഇവിടെ ഇതൊക്കെ ഈ മായങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൾ ഇത്ര ഇതായിട്ട് വരണതെന്ന് ആൾക്കാർ പറയട്ടെ. നമ്മൾ മാത്രം പരീക്ഷിച്ചാൽ പോരല്ലോ. അവർക്ക് ഞാൻ എന്നൊക്കെ ചെയ്ത് കണ്ടല്ലോ, ഒന്നും ചെയ്യത്തില്ല. അതാണ് പ്രശ്നം. ഇത് ഡോക്ടർ പറയുന്നത് കണ്ടിന്യൂ ഒരാഴ്ചയെങ്കിലും ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കല്യാണം ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇത് തുടങ്ങുക. അപ്പം നമ്മൾ സ്വർണം പോലെ പാലെങ്ങനെ ഇരിക്കും അതേമാതിരി വെളുത്ത് തൊടുത്ത് പോകാം. നമ്മളത് ചെയ്യത്തില്ല കേട്ടോ. ഒരാഴ്ച ലീവ് എടുക്കുന്ന ഞാനാണ്. ഒരാഴ്ച ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്തൊരു സുന്ദരിയായി മാറിയനെ. കൈയൊക്കെ ഇവിടെ നിന്ന് ഇത്ര ഇടണേ. ഇവിടെ നിന്ന് ഇത്രയും നമുക്ക് എപ്പോഴും വണ്ടി ഓട്ടിക്കുന്നത്, പണിയെടുക്കുന്നത്. അതുകൊണ്ട് കാലിൻ്റെ പാദവും ഈ 2 കൈയും ഒരു കളറാണ് ബോഡിയെ അപേക്ഷിച്ച്. അപ്പം നിങ്ങൾ ചോദിക്കും ബോഡി ഭയങ്കര വെളുപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ല. യെസ്. അപ്പോൾ ഞാൻ കൊടുക്കാൻ വരാം കേട്ടാ. ഉണങ്ങിയതിന് ശേഷം വരാം ചെല്ലങ്ങളെ. അപ്പം നമ്മുടെ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് 10-20 മിനിറ്റായി കേട്ടോ. 10-20 മിനിറ്റായി. അപ്പം ഞാനിത് കഴുകി കളയാൻ പോവുകയാണ്. ഇത് നമ്മളെ ഫെവിക്കോൾ പോലെ ഒട്ടും കേട്ടോ. കണ്ട ഫെവിക്കോൾ പോലെ ഒട്ടും. ശർക്കരയാണേ, മധുരമായതുകൊണ്ട് കണ്ട ഫെവിക്കോൾ പോലെ ഒട്ടും. അപ്പം നമുക്കിതൊന്ന് കഴുകാം. ചെയ്യാം. എന്താ സൂപ്പർ 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 കണ്ട. ടാറ്റ, ബൈ ബൈ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളിതുപോലത്തെ ടിപ്പുകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ.